ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കോംബോ പ്ലാൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത് സാൻസവേരിയ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ. ഇതിലെല്ലാം നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ കോംബോസും ഓരോ സെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മളുടെ ഈ ഒരു സാൻസവേരിയ ആണ്. നമ്മുടെ ഡോർഫ് വെറൈറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ പ്ലാന്റാണ് കേട്ടോ. തീരെ കുഞ്ഞു പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം സൈസ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളുടെ കോംബോയിലെ സെക്കൻഡ് പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു സാൻസവേരിയ ആണ്. ഇത് നമ്മൾ ട്വിസ്റ്റഡ് സാൻസവേരിയ ആണ് കേട്ടോ. അത് ആ ഒരു ശരിക്കും ആ ലീഫിന് ഒരു ട്വിസ്റ്റഡൊക്കെ വരുന്നുണ്ട്. നേരത്തെ ഇതിൻ്റെ അത്യാവശ്യം നല്ല മെച്യൂർ പ്ലാന്റ്സ് നമ്മൾ സെയിലിനൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഡോർഫ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ അത്ര ഭംഗിയായിട്ടുള്ളൊരു സാൻസവേരിയ, കുറച്ചുകൂടി റെയർ ആയിട്ടുള്ളൊരു സാൻസവേരിയ വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റൊക്കെ മനസ്സിലാവാനായിട്ട്, ഹൈറ്റും സൈസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നമ്മളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ആദ്യത്തെ സാൻസവേരിയയുടെ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഒറ്റ സെറ്റിനേ ഉള്ളതുള്ളൂ. അടുത്തത് നമ്മളുടെ ഈ ഒരു സാൻസവേരിയ ആണ്. ഇത് നമ്മളെല്ലാവരും സാധാരണ കാണുന്ന നമ്മളുടെ ഗ്രീൻ കളർ ഡോർഫ് വെറൈറ്റി ഇല്ലേ സാൻസവേരിയയുടെ, അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചില പ്ലാന്റ്സ് നല്ല ഇൻഡോർ ആയിട്ട് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷെയ്ഡുണ്ട് ആ ലീഫിന്, അത് പോകും. അതങ്ങനെ ഇങ്ങനെ ആവുന്നതാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സക്കുലൻ ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെച്യൂർഡ് പ്ലാന്റ് വരുന്നത്. മെച്യൂർഡ് പ്ലാന്റ് അല്ല, നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ആ പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പം ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത്, ഈ മൂന്ന് കോംബോയ്ക്ക് കൂടെ നമ്മൾ ഇട്ടിട്ടുള്ളത് 150 രൂപയാണ് കേട്ടോ. 150 രൂപയ്ക്കാണ് ഈ മൂന്ന് കോംബോ പ്ലാന്റ്സോട് വരുന്നത്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള സാൻസവേരിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് നമ്മുടെ അലോക്കേഷ്യ വെറൈറ്റിയാണ്. നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ ആണ് കേട്ടോ. ഇതാണ് സെയിം സൈസുള്ള പ്ലാന്റാണ്. ഈ സെയിം പ്ലാന്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഒറ്റയ്ക്കൊരു പ്ലാന്റാണ് കേട്ടോ ഉള്ളത്. അലോക്കേഷ്യയൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ സെയിൽ ഇടാൻ പറ്റാറില്ല. ഓരോരുത്തർ ചോദിക്കുമ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് കൊടുക്കാനാണ് പറ്റാറുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ ചെറിയ പ്ലാന്റ് തന്നെയായിരിക്കും. കാരണം ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുമ്പോഴും അവർ പറയും ഓക്കെ ആ പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു അലോക്കേഷ്യ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. നഴ്സറികളിലൊക്കെ നല്ല റേറ്റാണ് ഇതിന് വരുന്നത്. അടുത്തത് നമ്മുടെ അത്രയും ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ പൈപ്പർ മാഗ്നിഫിക്ക ആണ്. പൈപ്പർ മാഗ്നിഫിക്കത്തിൻ്റെ ഒരു 2-3 പ്ലാന്റ്സോളം നമ്മുടെ കയ്യിൽ ഇനി അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല റെഡ് കളറാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സൊക്കെ നമ്മൾ നേരത്തെ സെയിലിന് ഇട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മോൺസ്റ്റർ പെറുവായിട്ട് ഏകദേശം സാമ്യം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ലീഫിനൊക്കെ നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അത്ര ഭംഗിയാണ് എൻ്റെ ഷെയ്ഡൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ 2 പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അടുത്ത കോംബോ വരുന്നത്. അപ്പോൾ ഈ 2 പ്ലാന്റും കൂടി നമ്മൾ കൊടുക്കണത്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടിൻ്റെ. ഇപ്പോൾ നമ്മളിത് രണ്ടിനും കൂടി ഇട്ടിട്ടുള്ളത് 95 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ടും. നമ്മൾ 95 രൂപയ്ക്കാണ് ഈ 2 പ്ലാന്റ്സ് കൂടി നമ്മൾ സെയിൽ ചെയ്യണത്. അപ്പോൾ കോംബോയാണ്, ഒറ്റ സെറ്റ് കോംബോയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കോംബോയിൽ വരുന്നത് ക്രിപ്റ്റാന്തസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ക്രിപ്റ്റാന്തസിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റ് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കോംബോയിലല്ലാതെ ഒരു പ്ലാന്റ് കൂടി നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ സെയിൽ വീഡിയോയിൽ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ മുമ്പൊരു ക്രിപ്റ്റാന്തസിന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാണിച്ചിട്ടുള്ളൊരു സൈസിലൊരു പ്ലാന്റ് കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കോംബോയിലുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ക്രിപ്റ്റാന്തസ് ആണ്. ഇത് നല്ല ഭംഗിയായിട്ടുള്ള ക്രിപ്റ്റാന്തസ് ആണ്. ഞാൻ കൂടുതലും ക്രിപ്റ്റാന്തസൊക്കെ വെക്കാറുള്ളത് നമ്മുടെ ഇവിടുത്തെ നോർമൽ സോയിലാണ് വെക്കാറുള്ളത്. കൊക്കോപ്പീറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു റെഡ് കളറിൽ ആ സോയിലായതുകൊണ്ട് അതിൻ്റെ ഭംഗി കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഒരു റെഡ് ഷെയ്ഡൊക്കെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ക്രിപ്റ്റാന്തസ് വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ സൈസ് കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഈ 2 ക്രിപ്റ്റാന്തസ് കൂടി നമ്മൾ കോംബോ ഇട്ടിട്ടുള്ളത് 75 രൂപയ്ക്കാണ് കേട്ടോ. 75 പ്ലസ് കൊറിയർ ചാർജിനാണ് ഈ 2 ക്രിപ്റ്റാന്തസ് കൂടി നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ ഒരു പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ. ഈ ക്രിപ്റ്റാന്തസ് നമ്മൾ കോംബോയിൽ ഇട്ടിട്ടില്ല. അല്ലാതെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി.
നല്ല ഹൈറ്റുള്ളൊരു ക്രിപ്റ്റാനസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ നടുക്ക് ഒരു റെഡ് ഷെയ്ഡ് കയറി വരും. എൻ്റെ അടുത്തുള്ളൊരു പിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനു മുമ്പ് നമ്മൾ ഇതിലൊക്കെ സെയിലിട്ടിട്ടുള്ളതാണ്. വലിയ പ്ലാന്റാണ്. ഒരു 55 രൂപയ്ക്കാണ് ഈ ഒരു ക്രിപ്റ്റാനസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കോംബോ. അപ്പോൾ ഈ പ്ലാൻസ് ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കും. ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.